ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കല്ലുമ്മക്കായ റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ. കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കല്ലുമ്മക്കായക്ക് കടക്ക എന്ന് കൂടി പറയാറുണ്ട്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ചധികം കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് വളരെ ചെറുതാണ്. അത് നന്നായിട്ട് ആദ്യം ക്ലീൻ ചെയ്യണം. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അടുപ്പിലൊരു ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അധികം വെള്ളം ഒഴിക്കരുത്. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കല്ലുമ്മക്കായയിലുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. കല്ലുമ്മക്കായ പുഴുങ്ങിയത് ഒന്ന് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ തോട് നീക്കം ചെയ്യാം. തോട് നീക്കം ചെയ്തതിന് ശേഷം അതിന്റെ ഒരു ഭാഗത്ത് ചളിമാതിരിയുള്ള ഒരു ഭാഗം ഉണ്ടാവും. ഒരു കത്രിക വെച്ചിട്ട് ഇതൊന്ന് വെട്ടി കൊടുത്താൽ മതി. ഞങ്ങളൊരു 2-3 പേര് ഇരുന്നിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. തൊലിയൊക്കെ നീക്കം ചെയ്തപ്പോൾ ഇതിന്റെ 1/3 മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു 500 ഗ്രാം ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും ചതച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കല്ലുമ്മക്കായയിൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഉപ്പ് ആദ്യം കുറച്ചിടാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചതും 1/2 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം മൂടി വെച്ച് ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കല്ലുമ്മക്കായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചെറിയ കല്ലുമ്മക്കായ ആയതുകൊണ്ട് അധികം വേവില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.